ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ നിരത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങളാണ് 24 ഈ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് അവിടെ ഉണ്ടായ വീഴ്ചകൾ. ബി ദിലീപ് കുമാറും ഷഫീദ് റാവത്തും തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ 2019 ദേവസ്വം ഭരണസമിതിയുടെ പ്രസിഡന്റ് പറയുന്ന വ്യവസ്ഥാപിതമായ കാര്യങ്ങളല്ലാതെ താനോ തന്റെ ഭരണസമിതിയോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ എത്തി, അത് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. ഈ തട്ടിപ്പിൽ ഒന്നാം പ്രതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ബി ദിലീപ് കുമാർ, ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദങ്ങൾ തുടക്കം തന്നെ പാളുകയാണ്. അതായത് അവിടെ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ കൃത്യമായ ചില ചട്ടങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ 1991 ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണറെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി മാത്രമേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി അറിയിക്കുക, കോടതി അറിയിക്കുക തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടുത്തെ രീതി അനുസരിച്ച്, പരമ്പരാഗതമായ രീതി അനുസരിച്ച് ആചാരപരമായി തന്ത്രി ഇക്കാര്യത്തിൽ അനുമതി നൽകേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ, ഇതിൽ ദേവസ്വം മാനുവലിൽ പറയുന്ന ചില ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ഉണ്ടെങ്കിൽ അവിടെ തന്നെ അറ്റകുറ്റപ്പണി നടത്തുക എന്നതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആ കാര്യങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ദേവസ്വം മാനുവൽ ലംഘിച്ചിരിക്കുന്നു, ഇതിൽ പറഞ്ഞിട്ടുള്ള ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു. തന്ത്രിയുടെ അനുമതി എന്ന് മഹസറിൽ തന്ത്രിയുടെ സാന്നിധ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തന്ത്രി അതിൽ ഒപ്പിട്ടിട്ടില്ല. അത് തന്ത്രിയെ ഇക്കാര്യം അറിയിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ ചിന്തിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ടാണ് ആ നിലയിലൊക്കെ രേഖപ്പെടുത്തിയതും തന്ത്രിയുടെ ഒപ്പ് വാങ്ങാഞ്ഞതും എന്നൊക്കെയാണ് ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. അതിൽ ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അത് വിശദമായി അന്വേഷിക്കണമെന്ന് പറയുന്നു, സമഗ്രമായി അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇത്രയും ദിവസമായി ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചെയ്യുന്ന നടപടികൾ തന്നെ നോക്കൂ. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. മറ്റ് നിരവധി പേരുടെ പേരുകൾ ഇതിൽ പറയുന്നുണ്ട്, അവരുടെ വീഴ്ചകൾ പറയുന്നുണ്ട്, അവർക്കെതിരെ നടപടി വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വീഴ്ചകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്തുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൂടി പങ്കുണ്ടായിരുന്നു എന്ന നിലയിലാണ് ഈ ദേവസ്വം വിജിലൻസിൻ്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ്, 24 പേജ് വരുന്ന ഈ റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും. ഉന്മേഷ്, ശരി, ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം SIT വരുന്നത്. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്, അവിടെ നിന്ന് അതിന്റെ ഫൈൻഡിങ്സ്, അവിടെ നിന്ന് തെളിവ് ശേഖരണമാണല്ലോ പ്രധാനപ്പെട്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ഏത് നിലയ്ക്ക് ഈ അന്വേഷണം SIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഷഫീദ്? പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ പുറത്തുവിട്ട ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് SITയുടെ ആദ്യഘട്ട അന്വേഷണം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചുരുക്കി എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കമ്പനി അക്കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പലതരത്തിലുള്ള മൊഴി ശേഖരണത്തിന് ശേഷം കമ്പനിക്ക് അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നേരിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്കല്ല, പകരം ഹൈദരാബാദിലടക്കം എത്തിച്ചു എന്നുള്ള വിവരം SITക്ക് ഉണ്ട്. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അത് ഉരുക്കുന്നു, ആ ഉരുക്കിയ ശേഷം ആ സ്വർണം വകമാറ്റുന്നു, പിന്നീട് സ്പോൺസർഷിപ്പായി വന്ന സ്വർണം അത് പ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പൂശുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി ഈ സ്വർണ്ണപ്പാളി പരിശോധിക്കുന്നു, ആ മഹസറിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. ഈ പാളി, അതല്ലെങ്കിൽ ഈ പുതിയ ശബരിമലയ്ക്ക് പിന്നീട് തിരികെ കൊണ്ടുവന്ന ആ സ്വർണ്ണപ്പാളി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ
കൊടുക്കുന്നു. അതിനുശേഷം അത് ജയറാമിന്റെ വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് മറ്റു ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ അടക്കം ഈ പ്രദർശിപ്പിച്ച പൈസ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പണം കൊയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യ പരിശോധന നടത്തേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണ്ണം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട രേഖകളില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം ഒരുപക്ഷെ സ്ഥിരീകരിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച രേഖകൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രേഖകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇന്ന് കമ്പനി അവധിയാണ്. കമ്പനി CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് നാളെ പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIT സംഘം അവർ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരുപക്ഷെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടക്കും. ആവശ്യമെങ്കിൽ തമിഴ്നാട് പോലീസിനോട് സഹായം തേടും. ആ രീതിയിലുള്ള അന്വേഷണം SIT നടത്തും. സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ആ പറഞ്ഞതൊന്നുമല്ല അവിടെ നടന്നത് എന്നതാണോ? ഉറപ്പായിട്ടും അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ശുദ്ധ നുണയാണ് എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം അവർ ആദ്യഘട്ടം അവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞത് അവരുടെ പക്കലേക്ക് കൊണ്ടുവന്നത് ചെമ്പ് പാളിയായിരുന്നു. ആ ചെമ്പ് പാളിയിൽ കാര്യങ്ങൾ നടത്തി. പക്ഷെ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പറയുന്നത് ഈ സ്വർണം, അതായത് ഈ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് ഉരുക്കി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അത് ഉരുക്കിയില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശദീകരണം. പക്ഷേ അവർക്ക് പിന്നീട് ഗതികെട്ടത് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നത് എന്ത് എന്നുള്ളത് കണ്ടെത്തുകയാണ് SITയുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവരുടെ ആദ്യഘട്ടത്തിലെ അവരുടെ അന്വേഷണ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ എന്നുള്ള കാര്യം SIT അന്വേഷിച്ച് SITയുടെ സർവൈലൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ദിലീപ് കുമാർ കൂടി തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ ഈ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോങ് റൂമിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് ഈ തട്ടിപ്പ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് 2019 മുതൽ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആസൂത്രിതമായി ഈ സന്നിധാനത്തേക്ക് എത്തുന്നു, അവിടെ എത്തുന്നു, ഈ തട്ടിപ്പുകൾ അതിനുശേഷം ആരംഭിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധികേന്ദ്രം ഉണ്ടാകുമല്ലോ ദിലീപ് കുമാർ. ഉന്മേഷ്, അക്കാര്യങ്ങളൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റുള്ളവർ, ഇതിൽ ദേവസ്വം ബോർഡിന്റെ പങ്കെന്തായിരുന്നു, മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല കാര്യങ്ങളിലും അത് വലിയ തുക കൊടുത്തിട്ടുള്ള സ്പോൺസർമാർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ സ്വർണം ചെന്നൈയിലെത്തിച്ച് അതിനുശേഷം സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ആ കുറവ് വന്നതിൽ ആ സ്വർണം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറി എന്ന കാര്യം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പണിക്കൂലി എന്ന നിലയിലും സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ കുറേ സ്വർണം എടുക്കുകയും ചെയ്തിരുന്നു. ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ടായിരുന്ന സ്വർണം തനിക്ക് തൻ്റെ പക്കൽ ഇത്രത്തോളം സ്വർണം, ആ സ്വർണം പൂശിയതിനു ശേഷം മിച്ചമുണ്ടെന്നും അത് സമൂഹ വിവാഹത്തിനായി ചെലവഴിക്കാം എന്നും കാണിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നതാണ്. ഏതായാലും ഇങ്ങനെയുള്ള തട്ടിപ്പിലൂടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രത്തോളം സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ എത്രയോ ധനാഢ്യരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തുകകൾ സ്പോൺസർഷിപ്പ് എന്ന നിലയിൽ സമാഹരിച്ചിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ ഒരാളിലേക്കല്ല, വിവിധ ദിശകളിലേക്ക് ഈ അന്വേഷണം പോകേണ്ടി വരും. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടി വരും എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിശാസൂചകമാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ 24 പേജ് വരുന്ന റിപ്പോർട്ട്. ദേവസ്വം വിജിലൻസിന്റെ 24 പേജ് വരുന്ന റിപ്പോർട്ട്, അതിന്റെ പൂർണ്ണ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.